ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞങ്ങളിപ്പോൾ അഹമ്മദാബാദ്, ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ അഹമ്മദാബാദിലെ സബർമതി നദിയുടെ തീരത്താണ്. ഗാന്ധിയുടെ പാദസ്പർശമേറ്റ ഈ സബർമതി നദിയും സബർമതി ആശ്രമവും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ സമയം ഏതാണ്ട് 9 മണി 10 മണിക്കാണ് തുറക്കുക. ഞങ്ങളിവിടെ വന്നു. അപ്പോൾ എല്ലാവർക്കും ഗുജറാത്തിലെ വിശേഷങ്ങൾ കാണാൻ ഇന്ന് സബർമതി ആശ്രമവും പട്ടേൽ സ്റ്റാച്യു ഒക്കെ കാണാൻ ഞങ്ങൾ പോവാണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ഇന്ന് പുതിയൊരു യാത്രയിലാണ്. ഗുജറാത്തിലൂടെയാണ് ഇന്ന് യാത്ര മുഴുവൻ. ഇന്നലെ ഞങ്ങൾ അഹമ്മദാബാദ് എത്താമെന്ന് വിചാരിച്ച് എത്തിയില്ല. അവിടെ നിന്ന് കുറച്ച് ദൂരെ പാലൻപൂർ, സിദ്ധാപൂർ സ്ഥലത്താണ് താമസിച്ചത്. ഞങ്ങൾ അവസാനം മോദിയുടെ നാട്ടിലെത്തി. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ യാത്രയുടെ അഹമ്മദാബാദ് എത്തും. അവിടെ നിന്ന് വഡോദര വഴി ബോംബെയിലേക്ക്. അതാണ് ഇന്നത്തെ യാത്ര. ഇപ്പോൾ സമയം രാവിലെ 7 മണി കഴിഞ്ഞു. ഞങ്ങളിവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. കുറേ കൂടി വികസിച്ച ടൗണുകളാണ് ഇവിടുത്തെ പാലൽപൂറും സിദ്ധാപൂരൊക്കെ. അത്യാവശ്യം നല്ല ടൗണുകളാണ്. സൗകര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. രാജസ്ഥാനിലെ വരണ്ട പ്രദേശങ്ങളും അപരിചിതമായ ടൗണുകളൊക്കെ കടന്ന് കുഗ്രാമങ്ങളൊക്കെ വിട്ട് അത്യാവശ്യം നല്ല വികസിച്ച നാടാണ് ഗുജറാത്ത്. ഞങ്ങൾ ഇപ്പോൾ പാലൻപൂർ വിട്ട് സിദ്ധാപൂർ വിട്ട് ഞങ്ങൾ അഹമ്മദാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് അഹമ്മദാബാദിൽ എത്താൻ സാധിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണ്. മുംബൈ കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ ആണ്. അതുകൊണ്ട് ട്രക്കുകളും ലോറികളും ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. റെസ്റ്റോറൻറ്റുകൾ ഒന്നും അധികം ഇവിടെ പരിസരങ്ങളിൽ കാണാനില്ല. അതുകൊണ്ട് അഹമ്മദാബാദിൽ എത്തിയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ബിന്ദു സരോവർ എന്ന നദിയുടെ മുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഹോളി റിവറാണ്. ഇന്ത്യയിലെ തന്നെ 5 ഹോളി റിവറുകളിൽ ഒന്നാണ് ഇത്. ഇത് ലോർഡ് ശിവ പാർവതിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു നദി എന്നാണ്. എല്ലാ ഹോളി റിവറിലെയും വെള്ളമെടുത്ത് സൃഷ്ടിച്ച ഒരു നദി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സരസ്വതി നദിയുടെ തീരത്താണ് ബിന്ദു സരോവർ എന്ന പുണ്യസ്ഥലം. ഇവിടെയാണ് മാതൃശ്രാദ്ധം നടത്തുന്നത്. അമ്മ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്ന സ്ഥലമാണ്. സന്യാസിയായ കപില അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ശ്രാദ്ധം നടത്തി എന്ന ഒരു ഓർമ്മയിലാണ് എല്ലാ ഹൈന്ദവരും ഇവിടെ വന്ന് ശ്രാദ്ധം നടത്താറുള്ളത്. പ്രസിദ്ധമായ ഒരു പുണ്യസ്ഥലം കൂടിയാണ് ഗുജറാത്തിലെ ഈ ബിന്ദു സരോവർ.
അഹമ്മദാബാദിൽ എത്തിയിരിക്കുകയാണ്. അഹമ്മദാബാദ് ഗാന്ധിയുടെ സബർമതി ആശ്രമത്തിലേക്കാണ് ഞങ്ങൾ ഒന്ന് പോകുന്നത്. രാവിലെ 10 മണിക്ക് തുറക്കുള്ളൂ. ഇപ്പോൾ സമയം 9 മണി, 8:45, 9 മണിയാവണു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും അത് ഓപ്പൺ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുജറാത്ത് 71 സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് പോകുന്നത്. നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഡിവൈഡറൊക്കെ നല്ല പൂക്കള് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. PVR ഉണ്ട്, സിനിമാസ്, എല്ലാവിധ ബ്രാൻഡഡ് ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സബർമതി മെട്രോ സ്റ്റേഷനാണ്. സബർമതി നദിയുടെ തീരത്താണ് സബർമതി ആശ്രമം. അഹമ്മദാബാദിലൂടെ കടന്നു പോകുന്ന പ്രമുഖ നദിയാണ് സബർമതി നദി. സബർമതി റിവർ, ഗാന്ധിയുടെ പാദസ്പർശമേറ്റ സബർമതി നദിയുടെ തീരത്ത് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന സബർമതി. 2 സൈഡും നന്നായിട്ട് കെട്ടി നടപ്പാതകളൊക്കെ ആയിട്ട് മനോഹരമാക്കി തീർത്തിരിക്കുകയാണ് നദി. ഈവനിങ് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലം സൗകര്യമുണ്ട്. വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുഴയുടെ 2 സൈഡും. ആ സൈഡ് അതുപോലെ തന്നെയാണ്. നമ്മുടെ യാത്രയുടെ 20ാമത്തെ ദിവസമാണ്. നമ്മുടെ വണ്ടി ഓടി ഇപ്പോൾ ഏതാണ്ട് 8000-ഓളം കിലോമീറ്റർ പിന്നിട്ട് ഗുജറാത്തിലാണ് എത്തിയിരിക്കുന്നത്. ഗുജറാത്ത് സബർമതി നദിയുടെ തീരത്താണ് നമ്മുടെ വണ്ടി യാത്ര കൂടെ എത്തിയിരിക്കുന്നത്. നമ്മൾ 20ാമത്തെ ദിവസമാണ് നമ്മളിവിടെ യാത്ര ആരംഭിച്ചിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗാന്ധിയുടെ പാദസ്പർശമേറ്റ സബർമതി ആശ്രമത്തിൻ്റെ മുന്നിലാണ്. ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ കാണാൻ പോവാണ്.
The place consecrated for morning and evening prayers. ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം ഇവിടെ കിടക്കാനായിട്ട്. ഗാന്ധിയുടെ ആശ്രമം സബർമതി നദിയുടെ തീരത്ത്. ഗാന്ധിയുടെ മുറി. കസ്തൂർബായുടെ റൂമാണ്. കസ്തൂർബായുടെ റൂം. ഗസ്റ്റ് റൂം. ഗാന്ധി ഇരുന്ന് ചർക്ക നൂൽ കോർത്ത സ്ഥലമാണ്. ഇത് ക്ലോസ്ഡ് ആണ്, ഉള്ളിൽ കയറാൻ പറ്റില്ല. ഗാന്ധിയും കസ്തൂർബായും ഒരുപാട് വർഷങ്ങൾ താമസിച്ച സ്ഥലമാണ്. ഇവിടെ നിന്നാണ് പ്രസിദ്ധമായ ദണ്ഡി യാത്ര ആരംഭിച്ചത്. കസ്തൂർബായുടെ റൂം, ഗാന്ധിയുടെ റൂം, ഗസ്റ്റ് ഹൗസ്, ഗാന്ധിജി ജോലി ചെയ്ത ചർക്കയിൽ നൂൽ നെയ്തിരുന്ന സ്ഥലമാണ്. അതൊക്കെ ഉണ്ട് ഇവിടെ. ആശ്രമത്തിൽ നിന്ന് താഴേക്ക് ഇതേ ഇറങ്ങാനും നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഗുജറാത്തിൽ നിന്നും ആരംഭിക്കുന്ന എക്സ്പ്രസ് ഹൈവേ ഗുജറാത്തിൽ നിന്ന് വഡോദരയിലേക്ക് തുടർന്ന് മുംബൈയിലേക്ക് പോകുന്ന
എക്സ്പ്രസ് ഹൈവേ. 2 വീലർ ഓട്ടോറിക്ഷ ഒന്നും ഇതിൽ പോകാൻ പാടില്ല. ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേ കടന്നു. 4 ലൈൻ 8 ലൈനാണ്. 1 സൈഡ് 4 ലൈൻ. അത്യാവശ്യം നല്ല വീതിയുള്ള എക്സ്പ്രസ് ഹൈവേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കാണാൻ പോവാണ്. സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ. ഏക്താ ദ്വാർ യൂണിറ്റി സ്റ്റാച്യു എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. 597 അടി ഉയരത്തിൽ 182 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാച്യു കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്ന് ഏതാണ്ട് 90 കിലോമീറ്റർ തെക്ക് മാറി വഡോദരയിൽ നിന്ന് തെക്ക് കിഴക്ക് ഏതാണ്ട് 10-82 കിലോമീറ്റർ പോന്നിട്ടാണ് സർദാർ സരോവർ ഡാമിന് അടുത്തുള്ള ഗ്രാമത്തിലാണ് ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഇരിക്കുന്നത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോംപ്ലക്സുകളൊക്കെ ഉണ്ട് ഇവിടെ. വിദേശികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ഒരുപാട് പേര് വന്ന് കാണുന്ന ഒരു സ്റ്റാച്യു ആണ്. ഒരു മോണുമെന്റ് ആണ്. മനോഹരമായി വഴികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു കുഗ്രാമമാണ്, പക്ഷെ ഇതിനെ ഗംഭീരമായ ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ പ്രൈവറ്റ് വണ്ടി ഒന്നും വിടില്ല. ഇവിടെ നിന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഒരു 5 കിലോമീറ്റർ പിന്നിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ടാക്സികളാണ്, പിങ്ക് ഓട്ടോറിക്ഷകളുണ്ട്, അതിൽ കയറിയിട്ട് പോകണം. യൂണിറ്റി സ്റ്റാച്യുവിനേക്കാൾ സംഭവമാണ് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ കോംപ്ലക്സ്. ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. സ്വന്തം വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ നല്ല ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിൽ, 40 ഡിഗ്രി ചൂടുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഞാനും ഫിനോഷും യൂണിറ്റി സ്റ്റാച്യു കാണാൻ വേണ്ടി പോവാണ്. ഇവരുടെ പാർക്കിങ്ങിൽ നിന്ന് ബസ് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല AC ബസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 5 കിലോമീറ്റർ പോകണം. 5 കിലോമീറ്റർ പോയാലാണ് സ്റ്റാച്യുവിൻ്റെ അവിടെ എത്തുള്ളൂ. അപ്പോൾ എല്ലാ ടൂറിസ്റ്റും കൂടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകണം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 380 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് അടക്കത്തിന്, ഇൻക്ലൂഡിങ് ബസ്. മുകളിലേക്ക് ചെല്ലുന്നവരെ കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റ് വഴി ഈ 592 അടി ഉയരത്തിലേക്ക് കയറാൻ പറ്റും. അതുൾപ്പെടെയാണ് ഈ റേറ്റ് 380. അതില്ലെങ്കിൽ റേറ്റ് കുറയും.
കർട്ടനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, ശ്രേഷ്ഠ ഭാരത്. കുറച്ച് നടക്കാണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല രണ്ടുപേരും സ്റ്റാച്യൂൻ്റെ അടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ടയർഡായിട്ടുണ്ട്. നല്ല ഉച്ചനേരമാണ്, 1 മണി 1:30 ഉണ്ട്. സ്റ്റാച്യൂ അവിടെ കാണാൻ പറ്റും. സൈഡൊക്കെ നല്ല ബുഷൊക്കെ വെച്ച് നല്ല ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. അത്യാവശ്യം ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട് ഇവിടെ. $370 കോടി ആണോ? 270 കോടി, 27 മില്യൺ. ഇവിടെ അല്ലേ വിസിറ്റേഴ്സ് കൂടുതലുണ്ടെങ്കിൽ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. വ്യൂ ഗാലറി ഉണ്ട് ഇവിടെ. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പ്രോഗ്രാംസ് ഒക്കെ കാണാനുണ്ട്. ഫുഡ് കോർട്ട് ഉണ്ട്, എക്സിബിഷൻ ഹാൾ, വ്യൂയിങ് ഗാലറി ഒക്കെ സൗകര്യങ്ങളുണ്ട് ഇവിടെ. നമ്മൾ നേരെ സ്റ്റാച്യൂൻ്റെ മുകളിലേക്ക് പോവാം. വഴി ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ നടക്കാണ്ട്. നടന്നു പോകുന്നതിന് പകരം എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ സ്പീഡിൽ നടക്കാം. ഇത് സർദാർ സരോവർ ഡാമിൻ്റെ ഭാഗമാണ്, കാശ്മീർ ഏരിയയാണ്. വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. വെള്ളം തുറന്നിട്ടില്ല, ഡാമിന് വെള്ളമില്ല. ഡാമിൻ്റെ ഷട്ടർ തുറക്കാൻ കാരണം ഒട്ടും വെള്ളമില്ല. നമ്മൾ വീണ്ടും സ്റ്റാച്യൂൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യണം. മുട്ടണ്ട. ആകാശം മുട്ടി നിൽക്കുന്ന പട്ടേൽ. ഇത് ഗാലറിയിലേക്കുള്ള പ്രവേശനമാണ്. ഗംഭീരമായൊരു ഗാലറി, ഫുള്ളി എയർ കണ്ടീഷൻ. പട്ടേലിൻ്റെ സ്റ്റാച്യു മുഖം ഇവിടെയുണ്ട്. തിയേറ്റർ ഉണ്ടല്ലോ. മോളിൽ പോയല്ലോ. നമുക്ക് 350. ഗ്യാലറിയിൽ എത്തിക്കഴിഞ്ഞു. ലിഫ്റ്റിൽ കയറി നമ്മൾ 150 മീറ്റർ ഉയരത്തിലേക്ക് എത്തി. അതിവേഗ
സ്റ്റാച്യു ഓഫ് ലിബർട്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഡാം കാണാൻ പറ്റും, ഡാമിലൊഴുകി വരുന്ന വെള്ളം. സരോവർ ഡാം, സർദാർ സരോവർ ഡാം കാണാൻ പറ്റും. വന്നിറങ്ങിയ സ്ഥലം കാണാൻ പറ്റും. ഇവിടെ ബസ്സൊക്കെ എടുക്കുന്നുണ്ട്. സ്റ്റാച്യുവിൻ്റെ ഉള്ളിലുള്ള ലിഫ്റ്റിൽ കയറി 150 മീറ്റർ ഉയരത്തിലെത്തി. 182 മീറ്ററാണ്. പട്ടേലിൻ്റെ ചെസ്റ്റ് വരെ എത്തി. ചെസ്റ്റ് ഭാഗത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സ്ട്രക്ചറാണ് ഉള്ളിൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. കമ്പികൾ കൊണ്ട് ഇങ്ങനെ ഫുൾ സ്ട്രക്ചറാണ്. സ്റ്റാച്യുവിൻ്റെ ഉൾവശമാണ്. സ്റ്റാച്യു കാണാൻ പോകുന്നു. സ്റ്റാച്യുയുടെ തൊട്ട് മുന്നിൽ ഇതാ സ്റ്റാച്യുവിൻ്റെ കാൽപാദം. അയ്യോ, വല്ലഭായ് പട്ടേൽ കണ്ണെത്താ ദൂരത്ത്, കണ്ണെത്താ ദൂരത്ത്, കണ്ണെത്താ ദൂരത്ത് വല്ലഭായ് പട്ടേൽ. ഇനി മോളിൽ പോവല്ലോടാ. കാൽപാദത്തിലേക്ക്. അയ്യോ, കാൽപാദം നോക്കിയേ. സ്റ്റാച്യു കാണുന്നില്ല. രണ്ട് കാലുകളുടെ നടുവിലൂടെ പുറത്തേക്ക് പോകുന്നു. സ്റ്റാച്യു മനസ്സിലാകുന്നില്ല. സ്റ്റാച്യു ഒന്നും മനസ്സിലാകുന്നില്ല. സ്റ്റാച്യു മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇപ്പോൾ സമയം 3 മണിയുണ്ട്. നല്ല വിശപ്പുണ്ട്, നല്ല വെയിലുണ്ട്, ഇത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്. നേരെ ഇനി മുംബൈയിലേക്ക് പോവാണ്. ഏതാണ്ട് 400 കിലോമീറ്റർ ദൂരമുണ്ട്. 8 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അതിനിടയിൽ ഭക്ഷണം കഴിച്ചിട്ട് നേരെ മുംബൈയിലേക്ക് ഒരു 10-10:30 ആകുമ്പോൾ എത്തുന്നതാണ് പ്രതീക്ഷ. ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം.